രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായ കേരള കോൺഗ്രസ് എം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളും തന്ത്രങ്ങളും വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇടതുമുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയായ പാർട്ടി ഇക്കുറി 13 നിയമസഭാ സീറ്റുകളിൽ മത്സരിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി നടത്തിയിരിക്കുന്നത്. മുന്നണി മര്യാദകളും മുൻകാല ധാരണകളും മുൻനിർത്തി തങ്ങളുടെ അവകാശവാദങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന വ്യക്തമായ സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് എം ജനവിധി നേടിയത്. എന്നാൽ ഇക്കുറി ഒരു സീറ്റ് അധികമായി ആവശ്യപ്പെടാൻ പാർട്ടിക്ക് കൃത്യമായ കാരണങ്ങളുണ്ട്. കഴിഞ്ഞ തവണ കുറ്റ്യാടി സീറ്റ് പാർട്ടിക്ക് ലഭിച്ചിരുന്നെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ച് അത് CPM-ന് വിട്ടുകൊടുക്കേണ്ടി വന്നിരുന്നു. അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു ഈ നീക്കം നടന്നത്. പ്രത്യേക സാഹചര്യത്തിൽ സീറ്റ് വിട്ടു നൽകിയാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് തിരിച്ചു നൽകുമെന്ന ഉറപ്പ് കോടിയേരി അന്ന് നൽകിയിരുന്നതായി ജോസ് കെ മാണി അനുസ്മരിക്കുന്നു. ഈ വാഗ്ദാനം നിറവേറ്റപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി 13 സീറ്റുകൾ എന്ന കണക്ക് മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ ഇടതുമുന്നണിയിൽ സീറ്റ് ചർച്ചകൾ ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ലെങ്കിലും പാർട്ടിയുടെ സീറ്റുകൾ വെച്ചുമാറുന്ന തരത്തിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അത്തരമൊരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ലെന്നും നിലവിലെ സീറ്റുകളിൽ പാർട്ടിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുന്നണി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ ജാഥകളുടെ തിരക്കിലാണെന്നും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മധ്യമേഖലാ ജാഥയുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടതെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ വികസനവും രാഷ്ട്രീയവുമാകും മുഖ്യ വിഷയം. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും തന്നെയും പാർട്ടിയെയും UDF-ലേക്ക് സ്വാഗതം ചെയ്യുന്നത് പാർട്ടിയുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയുടെ തെളിവാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ശക്തി കുറഞ്ഞ ഒരു പ്രസ്ഥാനത്തെ ആരും അന്വേഷിച്ചു വരില്ലെന്നും കേരള കോൺഗ്രസ് എം ഇല്ലാതെ മധ്യ കേരളത്തിൽ UDF-ന് ചലനം സൃഷ്ടിക്കാൻ കഴിയില്ലെന്നും അവർക്ക് ബോധ്യതയുള്ളത് കൊണ്ടാണ് ഈ ക്ഷണമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഇടതുമുന്നണി വിട്ട് വീണ്ടും UDF-ലേക്ക് മടങ്ങേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യവും നിലവിൽ കേരളത്തിലില്ലെന്നും അദ്ദേഹം തർപ്പിച്ചു പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്വാധീനം കുറഞ്ഞുവെന്ന പ്രചാരണങ്ങളെ അക്കമിട്ട് നിരത്തി അദ്ദേഹം പ്രതിരോധിച്ചു. ജില്ലാ പഞ്ചായത്തുകളിൽ ഇരു മുന്നണികൾക്കും 7 സീറ്റുകൾ വീതം ലഭിച്ചത് കേരളത്തിലെ തുല്യശക്തികളുടെ പോരാട്ടമാണ് നടക്കുന്നത് എന്നതിന് ഒരു തെളിവാണ്. ഇതിൽ കേരള കോൺഗ്രസ് എം വഹിച്ച പങ്കും വളരെ വലുതാണ്. PJ ജോസഫ് വിഭാഗത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടായെന്ന വാദത്തെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ 8 വാർഡുകളിൽ മത്സരിച്ച ജോസഫ് ഗ്രൂപ്പിന് വെറും 2 സീറ്റുകളിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത് എന്നത് അവരുടെ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു. പാലാ നഗരസഭയിലെ ഭരണമാറ്റത്തെക്കുറിച്ചും ജോസ് കെ മാണി തന്റെ നിലപാട് വ്യക്തമാക്കി. പാലായിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി കേരള കോൺഗ്രസ് എം തന്നെയാണ്. അവിടെ UDF ഭരണം പിടിച്ചത് അവിശുദ്ധമായ രാഷ്ട്രീയ കൂട്ടുകെട്ടിലൂടെയാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. പാലാ നിയമസഭാ മണ്ഡലത്തിൽ LDF-ന് 2198 വോട്ടിന് ഭൂരിപക്ഷം നിലനിർത്താൻ കഴിഞ്ഞത് പാർട്ടിയുടെ അടിത്തറ ഭദ്രമാണെന്നതിന് തെളിവാണ്. വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിൽ മധ്യ കേരളത്തിലെയും പ്രത്യേകിച്ച് കോട്ടയം ജില്ലയെയും സീറ്റുകൾ തൂത്തുവാരാൻ ഇടതുമുന്നണിക്ക് സാധിക്കുമെന്ന് ജോസ് കെ മാണി വിശ്വസിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ പഠിച്ചും പോരായ്മകൾ പരിഹരിച്ചും പാർട്ടി സംവിധാനം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകും. ജോസഫ് വിഭാഗത്തിന്റെ പ്രചാരണങ്ങളെ അവഗണിച്ച് പാർട്ടിയുടെ നയപരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വരും ദിവസങ്ങളിൽ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കുമ്പോൾ 13 സീറ്റുകൾ എന്ന ആവശ്യത്തിൽ പാർട്ടി ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് ചെയർമാന്റെ വാക്കുകൾ നൽകുന്ന ഇപ്പോഴത്തെ സൂചന.